കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഈസി ആയിട്ടൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? ആദ്യമായി ചൂടായ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 2ആയി മുറിച്ച കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സിന്റെ നിറം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് ആവശ്യത്തിന് വീർത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. ഈ കടായിലേക്ക് തന്നെ നമുക്ക് സേമിയ റോസ്റ്റ് ചെയ്താണ് നമുക്ക് ചേർത്തിരിക്കുന്നത്. ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നിങ്ങൾ വാങ്ങിക്കുന്നത് റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ആദ്യമേ നന്നായി നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വാങ്ങിച്ചത് റോസ്റ്റ് ചെയ്തതായതുകൊണ്ടാണ് അധികം നേരം നമ്മൾ റോസ്റ്റ് ചെയ്യാത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പാലും ആവശ്യത്തിനായ 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സാഗോ സീഡ്സ് അഥവാ ചൗവരി 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തത് ചേർക്കാം. 3-4 പ്രാവശ്യം വെള്ളം മാറ്റി കഴുകി സോക്ക് ചെയ്യാനായിട്ടാണ് ഈ ചൗവരി. ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ചൗവരി അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ നന്നായി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. പാലൊക്കെ നന്നായി തിളച്ച് ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ പഞ്ചസാര ചേർക്കാവുന്നതാണ്. അവിടെ ടേസ്റ്റിനനുസരിച്ച് നമ്മളിതിന്റെ ലാസ്റ്റിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഇതൊന്നും കേട്ടോ, ഇനി ഇത് തിളപ്പിക്കണ്ട. ഇതാ കുറച്ച് ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തു, ഇത് മിക്സ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാവേ. കുറച്ച് ടേസ്റ്റ് ഇരുന്നോട്ടെ. നാളെ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കല്ലേ? എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ സേമിയ പായസം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ചൂടോടുകൂടി നമുക്ക് എല്ലാവർക്കും സ്വാദിഷ്ടമായി സേമിയ പായസം കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും നന്നായി വെള്ളം കുടിച്ച് നല്ല ഹെൽത്തി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.